ഇപ്പോൾ മങ്കടയിലെ നിയുക്ത MLA മഞ്ഞളാംകുഴി അലി 24-നൊപ്പം ചേരുകയാണ്. ശ്രീ മഞ്ഞളാംകുഴി അലി, വളരെ സങ്കടകരമായ വാർത്തയാണ് ഇപ്പോൾ നമ്മെ തേടിയെത്തുന്നത്. വളരെ വളരെ ദുഃഖകരമായ വാർത്ത. എന്തൊക്കെയാണ് താങ്കൾക്ക് പറയാനുള്ളത് ഈ സമയത്ത്? ഇതിലിപ്പോഴ് ഒരു പ്രദേശത്തുള്ള ഒരു 6-7 കുട്ടികളെ ഒരുമിച്ച് അവിടെ കാറ്റ് കൊള്ളാൻ ഈ സ്ഥലത്ത് പോയി ഇരിക്കുക, പാറയുടെ മുകളിൽ. അവർ സ്ഥിരം അവിടെ പോകുന്നതാണ്. അവർക്കൊരു പ്രത്യേക ഒരു പുതുതായിട്ടുള്ളൊരു സ്ഥലമല്ല അവിടെ. പക്ഷേ പെട്ടെന്ന് ഇടിമിന്നലുണ്ടായി 4 കുട്ടികൾ മരിച്ചു. 3 കുട്ടികളുടെ സ്ഥിതി വളരെ ആശങ്കാജനകമാണ്. വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിലാണ് ആശുപത്രിയിലുള്ളത്. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഞാൻ ആ ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് ദൂരെയായിരുന്നു ഈ വിവരം കിട്ടിയപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ നന്ദി ശ്രീ മഞ്ഞളാംകുഴി അലി. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. അദ്ദേഹം ആശുപത്രിയിലേക്കുള്ള യാത്രയിലാണ്. വളരെ ദൂരസ്ഥലത്തായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹം ഈ വിവരമറിഞ്ഞ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഈ ഇടിമിന്നലുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേതായാലും ഈ സംഭവത്തിൽപ്പെട്ട കുട്ടികൾ അവർ ഈ കാര്യം ഇതേക്കുറിച്ച് അങ്ങനെ ബോധവാന്മാരാകണമെന്നില്ല. അവർ സ്ഥിരമായി പോകുന്ന സ്ഥലമാണ്. സാധാരണഗതിയിൽ തന്നെ ബീച്ചുകൾ ഉൾപ്പെടെ തുറന്ന സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള വ്യൂ പോയിൻ്റുകൾ, ഈ കുട്ടികളിരുന്ന വ്യൂ പോയിൻ്റുകൾ, ഇവിടെയൊക്കെ നമ്മളെല്ലാം ചെന്നിരിക്കാറുള്ളതാണ്. ഇത്തരം ഈ അപകടമുണ്ടാകും എന്ന ഒരു മുൻവിധിയോടുകൂടി ആയിരിക്കില്ല എത്തുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി എത്തിയ ഇടിമിന്നലാണ് അവരുടെ 4 പേരുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയിട്ടുള്ളത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നേരത്തെ നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകളിൽ പറയുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇവയാണ്. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുതി ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ച വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് മുൻകരുതൽ സ്വീകരിക്കണം. ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടണം. ജനലിനും വാതിലിനും അടുത്ത് നിൽക്കാതിരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും വേണം. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. എന്നാൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാകണമെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കണം. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക തുടങ്ങിയ നിരവധി നിർദ്ദേശങ്ങളാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകാറുള്ളത്. ഏതായാലും 4 പേരുടെ ജീവൻ ഇടിമിന്നൽ അപഹരിച്ചിരിക്കുകയാണ്. ഇടിമിന്നലേറ്റ് 4 മരണം മലപ്പുറം മങ്കടയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.